ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിൻ്റെ എപ്പിസോഡ് 7 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഹൈപ്പും ലൈക്കും ചെയ്ത് നമ്മുടെ വീഡിയോസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 7. ഹീറോ അവൻ്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്ത് ഫോറസ്റ്റിലേക്ക് പോകണം എന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ അവൻ അങ്ങോട്ട് ടെലിപ്പോർട്ട് ആവുന്നുണ്ടാവും. ഞാൻ പോയ സ്ഥലങ്ങളിലേക്ക് മാത്രമേ എനിക്ക് ടെലിപ്പോർട്ട് ആവാൻ കഴിയുകയുള്ളൂ. പക്ഷേ നൈറ്റ്, സ്റ്റഡി ട്രിപ്പിനിടയിൽ നിനക്ക് ഫുഡ് തരാൻ വേണ്ടി എനിക്ക് വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു ഗുഹയിലേക്ക് പോകുന്ന സമയത്ത് 2 ഗോബ്ലിങ്സിനെ കണ്ടിട്ട് ഹീറോയും നൈറ്റും ചേർന്ന് അവയെ കൊല്ലുന്നുണ്ടാവും. എന്നിട്ട് ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഡ്രോപ്പ് ഐറ്റംസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ വളരെ ലക്കിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഗുഹേന്റെ പുറത്തേക്ക് വന്ന ശേഷം നൈറ്റ് ഇന്നത്തേക്ക് ഇത്രയും മതി എന്ന് പറയുമ്പോൾ അവൻ സാഡ് ആവുന്നുണ്ടാവും. ഹീറോയും അത് കണ്ടിട്ട് എനിക്ക് നിന്റെ കൂടെ ചേർന്ന് ഇനിയും ഈ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നാളത്തെ സ്റ്റഡി ട്രിപ്പിന് വേണ്ടി ഞാൻ ഇനിയും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ നൈറ്റ് എന്തോ കണ്ടിട്ട് ഓടുന്നുണ്ടാവും. ഹീറോയും പുറകെ പോകുന്ന സമയത്ത് നൈറ്റ് അവനോട് ഇൻവിസിബിൾ ആവാൻ പറയുമ്പോൾ ഹീറോയും 1 സ്കില്ല് യൂസ് ചെയ്ത ശേഷം അവിടെ എന്താ നടക്കുന്നത് എന്ന് നോക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടീനെ മോൺസ്റ്റേഴ്സ് ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹീറോയും നമുക്ക് അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് നൈറ്റ് അവനെ തടയുന്നുണ്ടാവും. നോക്കുമ്പോൾ ആ പെണ്ണ് അവളെ കയ്യിലുള്ള ത്രെഡ് യൂസ് ചെയ്ത് ഒരു ഗോബ്ലിൻ്റെ കൈ തന്നെ വെട്ടുന്നുണ്ടാവും. എന്നാൽ ആ ഗോബ്ലിങ്സ് കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവളും അപ്കോൺഷ്യസ് ആവുമ്പോൾ ഹീറോയും നൈറ്റും ചേർന്ന് അവളെ രക്ഷിക്കുന്നുണ്ടാവും. എന്നിട്ടൊരു ദീർഘശ്വാസവും വിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു കൂട്ടം ഗോബ്ലിങ്സ് അങ്ങോട്ട് വരുമ്പോൾ ഹീറോ അവൻ്റെ ഐറ്റം ബോക്സിന് ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു പവർഫുൾ ചാട്ടവാർ എടുത്ത് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു അറ്റാക്കിൽ തന്നെ അവിടെയുള്ള എല്ലാ മോൺസ്റ്റേഴ്സും വാനിഷ് ആവുന്നുണ്ടാവും. അങ്ങനെ ആ പെണ്ണുമായി വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് നൈറ്റ് അവനോട് ദേഷ്യപ്പെടുമ്പോൾ ഹീറോയും ശരി, നമുക്കെന്തായാലും ഇവളവിടെ ഒറ്റക്കാക്കി പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആ പെണ്ണും എഴുന്നേറ്റിട്ട് എന്നെ വിട് എന്ന് പറഞ്ഞ് ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളെ തല പോയി മരത്തിലിടിക്കുന്നുണ്ടാവും. ഹീറോയും അവൻ്റെ കയ്യിലുള്ള മെഡിസിൻ കാണിച്ചിട്ട് ഇത് കുടിച്ചാൽ മതി, നിന്റെ മുറിവൊക്കെ ഹീലാവും എന്ന് പറയുമ്പോൾ അവക്കാണെങ്കിൽ ഹീറോനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറയുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ ഹീറോയും ശരി, നിനക്ക് പേടിയാണെങ്കിൽ ആദ്യം ഞാൻ കുടിക്കാം എന്ന് പറയുമ്പോൾ അവളും താങ്ക്സ് പറഞ്ഞിട്ട് ആ മെഡിസിൻ കുടിക്കുന്ന സമയത്ത് ബോഡിയിലുള്ള എല്ലാ മുറിവും വാനിഷ് ആവുന്നുണ്ടാവും. അത് കണ്ടിട്ട് നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ എൻ്റെ പേര് യൂയ ടെൻജോ, പിന്നെ ഇത് നൈറ്റ് എന്ന് പറഞ്ഞ് ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നൈറ്റിനാണെങ്കിൽ അവളെ ഇഷ്ടപ്പെടാത്ത കാരണം ദേഷ്യത്തോടെ നോക്കുന്നുണ്ടാവും. ആ പെണ്ണാണെങ്കിൽ നിങ്ങളെ കണ്ടതിൽ സന്തോഷം, എൻ്റെ പേര് ലൂണ എന്ന് പറയുമ്പോൾ ഹീറോയും നീ ഇത്രയും ഡേഞ്ചറസ് ആയൊരു സ്ഥലത്ത് എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവളും ഞാനിവിടെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നതായിരുന്നു, ആ സമയത്ത് ഒരു കൂട്ടം ഗോബ്ലിങ്സ് എന്നെ അറ്റാക്ക് ചെയ്തു, എന്നിട്ട് ആ ഗോബ്ലിങ്സ് ഒക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ അവയെ ഞാനും നൈറ്റും ചേർന്ന് കൊന്നു എന്ന് പറയുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ ലൂണയും എൻ്റെ ജീവൻ രക്ഷിച്ചതിന് വളരെ താങ്ക്സ്, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ജെർക്കായിട്ട് ഞാനും ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ആ പെണ്ണവളെ മനസ്സിൽ ഇത്രയും ഡേഞ്ചറസ് ആയൊരു സ്ഥലം ആരെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുമോ എന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ശരീരം ഫുൾ അഴുക്കാണ്, ഇവിടെ അടുത്തെവിടെയെങ്കിലും റിവർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും അവൻ്റെ ബാത്ത് ടബ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ അവൾ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ബാത്ത് ടബ് വളരെ റിലാക്സിങ് ആണ്, നിനക്കിത് എവിടെന്നാ കിട്ടിയേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഞാനൊരു ക്രിസ്റ്റൽ ഡിയറിനെ ഡിഫീറ്റ് ചെയ്തപ്പോഴാണ് എനിക്കിത് ലഭിച്ചത് എന്ന് പറയുമ്പോൾ അവളും അത് കേട്ടിട്ട് നിന്നെപ്പോലത്തെ ഒരാൾ ഇത്രയും ഡേഞ്ചറസ് ആയൊരു സ്ഥലത്ത് ട്രെയിൻ ചെയ്യുന്നതിൽ അതിശയിക്കാനില്ല,
എന്ന് പറയുമ്പോൾ ഹീറോയും നീയും ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ സത്യം പറഞ്ഞ ഞാനൊരു കസ്റ്റമറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അവളും പെട്ടെന്ന് ഒന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ട്രെയിൻ ചെയ്താലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും അവന്റെ മനസ്സിൽ ഞാനിത് നിരസിച്ചു കഴിഞ്ഞാൽ അവള് വീണ്ടും ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യാൻ തുടങ്ങും, അതൊട്ടും സേഫ് അല്ല എന്ന് ചിന്തിച്ചിട്ട് ശരി നമുക്ക് ഒരുമിച്ച് ട്രെയിൻ ചെയ്യാം, പക്ഷെ എപ്പോഴും എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവളും താങ്ക്സ് യുയ, നിന്റെ കൂടെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും പവർഫുൾ ആവും എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ നീ അവിടെ തന്നെ നിന്നാ മതി എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവൾ തിരിച്ചും ഹീറോക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ലൂണ ഇംപ്രൂവ് ആവുന്ന കണ്ടിട്ട് നിനക്കിപ്പോൾ എലൈറ്റ് ഗോബ്ലിങ്സിനൊക്കെ വളരെ എളുപ്പം ഡിഫീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളും അത് നിന്റെയും നൈറ്റിന്റെയും സഹായം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ടാവും. അതിന് ഹീറോ ആണെങ്കിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല, നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നിന്റെ കയ്യിലുള്ള ആ സ്ട്രിങ് ഉപയോഗിച്ച് നീ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ എനിക്ക് ഇനിയും ബെറ്റർ ആവണം, എന്നാൽ മാത്രമേ എനിക്കെൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ സോറി ലൂണ, നാളെ എനിക്കൊരു സ്റ്റഡി ട്രിപ്പ് ഉണ്ട്, അതുകൊണ്ട് നിന്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവളും അതൊന്നും കുഴപ്പമില്ല, നീ ഇപ്പം തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയും നീയും എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് ഹീറോ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവളും അങ്ങോട്ട് വരുമ്പോൾ ഹീറോ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പം പുറത്തേക്ക് പോവാ എന്ന് പറയുമ്പോൾ അവള് ഹീറോനെ ഹഗ് ചെയ്യുന്നുണ്ടാവും. താങ്ക്സ്, ആ മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചതോടൊപ്പം എൻ്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നീ ഒരു വെളിച്ചമായി മാറി, അതുകൊണ്ട് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ മൊമെന്റ്സും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഹീറോയ്ക്ക് എന്താ തിരിച്ചു പറയണ്ടേ എന്നറിയാത്തോണ്ട് ഷൈ ആയി നിൽക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഹീറോ ആ സ്റ്റഡി ട്രിപ്പിന് വേണ്ടി പോകുന്നതായിരിക്കും. അവര് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കാർഡ് ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിൽ തുടർച്ചയായിട്ട് നമ്മുടെ ഹീറോ ആയിരിക്കും ജയിക്കുന്നുണ്ടാവുക. ഗൈസ്, ഞാൻ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സും നീ ഉറങ്ങിക്കോ ഞങ്ങൾ സ്ഥലം എത്തുമ്പോൾ വിളിക്കാം എന്ന് പറയുന്ന സമയത്ത് ഹീറോയും താങ്ക്സ് പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിലാണെങ്കിൽ ഞാൻ എൻ്റെ പോയിന്റ്സ് എല്ലാം ലക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇതുപോലെ ഗെയിംസിലൊക്കെ വിജയിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് റിന്ന് ഹീറോനെ വിളിച്ചുണർത്തുമ്പോൾ ഹീറോയും പുറത്തേക്ക് വരുന്നുണ്ടാവും. ടീച്ചർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി 3 ദിവസം പുറത്ത് ക്യാമ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ റിയോ ആണെങ്കിൽ അപ്പം ഞങ്ങൾ ഫുഡിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ടാവും. അതിന് ടീച്ചറും ഞങ്ങൾക്ക് ആകെ കുറച്ച് അരി മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മലയിൽ നിന്നും കണ്ടെത്തണം, അവിടെ ഭക്ഷ്യയോഗ്യമായ കൂണുകളുണ്ട്, പിന്നെ അടുത്തുള്ള നദിയിൽ നിന്ന് നിങ്ങൾക്ക് മീൻ പിടിക്കാനും സാധിക്കും എന്ന് പറയുന്ന സമയത്ത് കൈഡിയാണെങ്കിൽ അവിടെ പോയിസണുള്ള സസ്യങ്ങളും ഉണ്ടാവൂലേ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചറും സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങൾ എന്താണോ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എന്നെ കാണിച്ചാൽ മതി, അതിൽ പോയിസൺ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞുതരാം, അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷബാധ ഏറ്റാലും വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ കൂടെ ഡോക്ടറായ മിസ് യോമിക്കാവയുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്കേറി ആയിട്ടുള്ള ലേഡിയും നിങ്ങൾ ഈ മെഡിസിൻ കുടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടാവും. അത് കേട്ടിട്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ ആരാടാ പോയിസൺ തന്നെ മെഡിസിൻ ആയിട്ട് കണ്ടെത്തിയത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കൈഡി ഹീറോന്റെ അടുത്ത് മിസ് യോമിക്കാവേന്റെ ഓഫീസിലൂടെ കടന്നു പോകുമ്പോൾ ആളുകളുടെ അലർച്ച കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ അക്കീരയാണെങ്കിൽ വിഷമുള്ള ഫുഡ് കഴിക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ടീച്ചറാണെങ്കിൽ ഒരു ഭീരുവിനെ പോലെ സംസാരിക്കല്ലേ, ഇത് ക്ലാസുകൾ തമ്മിലുള്ള മത്സരം കൂടിയാണ് എന്ന് പറയുന്ന സമയത്ത്
ഹീറോയും അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചറാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ടീച്ചേഴ്സിന് സാലറി ബോണസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്യാമ്പിന് വേണ്ടി റെഡിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഹീറോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുമ്പോൾ അക്കീരയാണെങ്കിൽ ഞാൻ ടീമിലുള്ളിടത്തോളം കാലം നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കളക്ട് ചെയ്യലും മീൻ പിടിക്കലും ഒക്കെ എനിക്ക് വളരെ എളുപ്പമാണ് എന്ന് പറയുന്ന സമയത്ത് റിന്നാണെങ്കിൽ ആ കോമഡി പീസിനെ മൈൻഡ് ചെയ്യണ്ട, നീയും കൈഡിയും കൂടി മീൻ പിടിക്കാൻ പോയിക്കോ, ഞാനും അക്കീരയും മറ്റു ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആവുന്നുണ്ടാവും. ഹീറോയും കൈഡിയും കൂടി റിവറിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള തിരക്ക് കണ്ടിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ റിയോ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലേറ്റായി എന്ന് പറയുന്നുണ്ടാവും. ആ സമയത്ത് ഹീറോ അവൻ്റെ സെൻസിങ് എബിലിറ്റി യൂസ് ചെയ്ത് ഒരു സ്പോട്ട് കണ്ടെത്തുന്നുണ്ടാവും. അവരങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ താഴ്ച കുറവായതുകൊണ്ട് തന്നെ ചൂണ്ട യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാവുന്നുണ്ടാവും. യൂയ, മോൺസ്റ്റേഴ്സിനും മറ്റു ജീവജാലങ്ങൾക്കും നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഇമോഷൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ ഭയപ്പെടുന്ന സമയത്ത് നമ്മൾ മൂവ്മെൻറ്റ്സ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് ആ ട്രിക്ക് യൂസ് ചെയ്ത് അവൻ ഒരുപാട് മീനുകളെ പിടിക്കുന്നുണ്ടാവും. അത് കണ്ട് മറ്റു സ്റ്റുഡൻസൊക്കെ ആശ്ചര്യപ്പെടുമ്പോൾ കൈഡിയാണെങ്കിൽ നമ്മൾ 4 പേർക്ക് ഇത് ധാരാളമാണ് എന്ന് പറയുന്നുണ്ടാവും. പിന്നീട് ലൂണേനെ കാണിക്കുന്ന സമയത്ത് അവളാണെങ്കിൽ കുട്ടിക്കാലം മുതലേ ഞാനൊരു അസാസിനായിട്ടാണ് ജീവിച്ചത്. മേ ബി യുഎനെ പോലത്തെ ഒരാളെ മുമ്പേ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആവുമായിരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള മാസ്ക് ധരിച്ച ശേഷം ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, കാരണം ഞാൻ ഡാർക്ക് ഗിൽഡിലെ ഒരു അസാസിനാണ് എന്ന് പറയുന്നുണ്ടാവും. ഇവിടെ ലെക്സിയാണെങ്കിൽ നമ്മുടെ ഹീറോനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻ്റ് അറിയിക്കുക. എന്നാൽ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.